ഹായ് ഹലോ. എനിക്കൊരു 26 വയസ്സ് മുതൽ മുടി നല്ലവണ്ണം കൊഴിയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നീട് ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നെറ്റിലും അതിലൊക്കെ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ റൊട്ടീൻസിൽ ചില മാറ്റങ്ങൾ വരുത്തി. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. മുടി കൊഴിയാതിരിക്കാനും ഉള്ള മുടി കുഴപ്പമില്ലാത്ത രീതിയിൽ ഹെൽത്തി ആയിട്ടിരിക്കാനും എന്നെ ഹെൽപ്പ് ചെയ്തു. അത്തരത്തിലുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെയ്യുന്ന മുടിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൽ ചില റോങ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചിലപ്പോൾ നമ്മുടെ മുടി കൊഴിയുന്നതിന് കാരണമാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളല്ലാതെ നല്ല രീതിയിൽ കുറച്ച് റുട്ടീൻസ് മാറ്റി അതെന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ കുളിക്കുമ്പോൾ ആഫ്റ്റർ ഡെലിവറി ഞാൻ ചൂടുവെള്ളത്തിൽ കുളിക്കാനായിട്ട് തല കഴുകുമ്പോൾ ചൂടുവെള്ളത്തിൽ കഴുകാൻ തുടങ്ങി. അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ചൂടുവെള്ളത്തിൽ തല കഴുകുന്നത് മുടി കൊഴിച്ചിലിന് കാരണമാകുന്ന ഒരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എൻ്റെ റുട്ടീനിൽ നിന്ന് ചൂടുവെള്ളത്തിൽ തല കഴുകുന്നത് ഒഴിവാക്കി. അത് ഇപ്പോൾ ഒരുപാട് തണുവുള്ള സമയത്താണെങ്കിൽ വളരെ ഇളം ചൂടുവെള്ളം, തണുവ് വിട്ടതിന് ശേഷം അങ്ങനെയുള്ളൊരു ചൂടിൽ കഴുകാൻ തുടങ്ങി. ഒരുപാട് ചൂടില്ലാതെ കഴുകാനായിട്ട് തുടങ്ങി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, തലമുടി ഞാൻ എപ്പോഴും നനവോടെ കെട്ടി വയ്ക്കാറുണ്ടായിരുന്നു തിരക്കിൽ. അത് ഞാൻ ഒഴിവാക്കിയിട്ട് നല്ല നാച്ചുറലി തല ഉണക്കും. ഇപ്പോൾ വൈകുന്നേരമാണ് കുളിക്കുന്നതെങ്കിൽ നമുക്ക് ഉണക്കാനായിട്ട് സമയം കിട്ടിയില്ല എങ്കിൽ ഡ്രയർ വെച്ചിട്ട്, അതെന്നുമില്ല, ഡ്രയർ വെച്ച് ഉണക്കും. അല്ലെങ്കിൽ നാച്ചുറലി തന്നെ ഹെയർ ഉണക്കും. പിന്നെ ഞാൻ എന്നും തല കുളിക്കുക എന്നുള്ളത് ഒഴിവാക്കിയിട്ട് ആഴ്ചയിൽ 2-3 തവണ നന്നായി തല കഴുകി ഷാമ്പു ചെയ്ത് കഴുകി കണ്ടീഷണർ ഉപയോഗിച്ച് തലമുടി നാച്ചുറലി ഉണക്കിയിട്ട് കെട്ടിവെക്കാനായിട്ട് തുടങ്ങി. അപ്പോഴും എനിക്ക് നല്ലൊരു മാറ്റം കാണാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ തലമുടി ഡ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന തുണി വളരെ നേർത്ത തുണി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. പിന്നെ എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിച്ചിരുന്ന ഞാൻ ആഴ്ചയിൽ 1-2 തവണ ഹോട്ട് ഓയിൽ മസാജ്, ഒന്നുമില്ല, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തലയിൽ നല്ലവണ്ണം മസാജ് ചെയ്ത് കുളിക്കുമ്പോൾ ഈ എണ്ണ പൂർണ്ണമായിട്ടും തലയിൽ നിന്ന് കളയാനായിട്ട് തുടങ്ങി. പണ്ട് കഴുകുമ്പോൾ കുറച്ച് എണ്ണ ബാലൻസ് ഇരിക്കുമായിരുന്നു. അത് എൻ്റെ തലയിൽ ഒരുപാട് അഴുക്കുണ്ടാവുന്നതിന് കാരണമായപ്പോൾ ഞാനത് ഫുള്ള് ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളഞ്ഞ് കണ്ടീഷണർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു, നനഞ്ഞ പാടെ മുടി ചീകാതിരിക്കുക. നനയുമ്പോൾ നമ്മുടെ മുടി നല്ലോണം സെൻസിറ്റീവ് ആവും. ആ സമയത്ത് ഞാൻ മുടി ചീകില്ല. നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ മുടി ചീകുന്നത്. അതുപോലെ തന്നെ ആരോഗ്യമുള്ള മുടി ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ്സ്, മുട്ട, അതുപോലെ തന്നെ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങി. ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഇത്തരം റുട്ടീൻസ് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റം എൻ്റെ മുടിയിൽ കാണാനായിട്ട് പറ്റി. പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒരുപാട് നീളത്തിൽ മുടി ഇരിക്കുക എന്നുള്ളതല്ല, ഉള്ളത് എത്ര ഷോർട്ട് ഹെയർ ആണെങ്കിലും അത് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും ഉള്ള ഹെയർ നല്ല പെർഫെക്റ്റായിട്ട് കൊണ്ടുപോകാൻ സൂക്ഷിക്കുകയും ചെയ്തു.